രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന നടത്തിയാൽ സമാധാനം കെടുത്താനുള്ള ഞാൻ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട, മനസ്സിലായോ? ക്രിസ്ത്യൻ തീവ്രവാദിയാണ്, ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ക്രിസ്ത്യാനിയാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും മുസൽമാനാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ വർഗീയവാദിയാകും? ഇപ്പോഴും ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ഈ തീവ്രവാദ മുസ്ലിങ്ങൾക്കുള്ള റംസാൻ സമ്മാനമാണ് എൻ്റെ അറസ്റ്റും ഈ പ്രകടനവും. മനസ്സിലായില്ലേ? പോലീസിന്റെ അപ്രതീക്ഷിത നീക്കം, PC ജോർജിന്റെ കസ്റ്റഡി, അറസ്റ്റ്, പിന്നാലെ ജാമ്യം. 8.5 മണിക്കൂർ നീണ്ടുനിന്നത് നാടകീയ സംഭവ വികാസങ്ങൾ. ജാമ്യം തേടി പുറത്തിറങ്ങുന്ന സമയത്ത് പറയുന്നത് ഉപാധികളുടെ പരിഗണനയിൽ വരുമോ? അപ്രതീക്ഷിതമായ നീക്കങ്ങൾ കൊണ്ട് പോലീസ് എന്താണ് നേടിയത്? PC ജോർജ് അറസ്റ്റിലായിരുന്നതിന് ശേഷം റിമാൻഡിലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കുമോ ഇനി ഉണ്ടാവുക? നമ്മൾക്ക് കാണാൻ സാധിക്കുക. BJP നൽകുന്ന അപ്രതീക്ഷിതമായ പിന്തുണയാണോ? അതിലൂടെ അവർ വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമക്കാല, CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, BJP-യിൽ നിന്ന് ശ്രീ TP സിന്ധുമോൾ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂറിനെ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു എന്നിവരാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. ആദ്യം ശ്രീ VK സനോജ്, ഈ ജാമ്യം നേടി പുറത്തു വന്നതിന് ശേഷം PC ജോർജ് പ്രതികരിച്ചത് അങ്ങ് കുറച്ചു മുമ്പ്, നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് കേട്ടു. ഇത് ഉപാധികളുടെ പരിഗണനയിൽ വരുന്ന ഒന്നാണോ? അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ നയിക്കുന്ന ഒരാളാണ്, സംസ്ഥാനത്തിൻ്റെ നേതാവാണ്. മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. ഒരു സമുദായത്തിന് കൊടുക്കുന്ന സമ്മാനമാണ് തൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായും വേർതിരിവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്, വിദ്വേഷത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുക? ജാമ്യം നേടിയ ശേഷം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് PC ജോർജ് പറഞ്ഞത് വീണ്ടും അങ്ങേയറ്റം അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തെ ന്യായീകരിക്കുന്ന നിലയിൽ തന്നെയാണ്. ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയിൽ തന്നെ വളരെ കൃത്യമായി ഇങ്ങനെയുള്ള വർഗീയ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം, പാടില്ല എന്ന് കോടതി പറഞ്ഞു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടും ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് PC ജോർജ് നടത്തിയിട്ടുള്ള ഇടപെടൽ അതീവ ഗൗരവമുള്ളതാണ്. വളരെ ഗൗരവമായി തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇത് കാണുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിലയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ PC ജോർജ് നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ കേരളീയ സമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന തലത്തിലേക്ക് വന്നു എന്ന് കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് കേരളീയ സമൂഹം പൊതുവിൽ വിലയിരുത്തിയ കാര്യമാണ്. പക്ഷേ ഇതിനെയെല്ലാം ന്യായീകരിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ BJP വളരെ സംഘടിതമായി പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. BJPയുടെ കേന്ദ്രമന്ത്രി തന്നെ വളരെ പെട്ടെന്ന് പോലീസ് ക്യാമ്പിലേക്ക് ഓടിയെത്തുകയാണ്. അപ്പോൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ കളങ്കപ്പെടുത്തുന്ന വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാളിനു വേണ്ടി വളരെ പരസ്യമായിട്ട് വരികയാണ്. ഇപ്പോൾ കേരളം നേരിടുന്ന എന്തെങ്കിലും വികസന പ്രവർത്തനത്തെക്കുറിച്ചോ കേരളത്തിലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചോ ആശങ്കയില്ലാത്ത കേന്ദ്രമന്ത്രിക്ക് എന്താണ് ഈ കേസിനകത്ത് ഇത്ര താല്പര്യം? ഇത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ BJP നടത്താൻ വേണ്ടി പോകുന്ന കലാപത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട വർഗീയപരമായ നീക്കത്തിൻ്റെ എല്ലാം തുടർച്ചയിൽ അവർ നടത്തിയിട്ടുള്ളൊരു ആസൂത്രണത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് BJP വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഈ PC-യെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലയിൽ ഇടപെടുന്നത്. കേന്ദ്രമന്ത്രി അതിനാവശ്യമായ ഒരു നീക്കമാണ് നടത്തിയത്. ഇത് അങ്ങേയറ്റം അപകടകരമായ നീക്കമാണ്. ജനാധിപത്യ സമൂഹം ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. ശരി, ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. ശ്രീ TP സിന്ധുമോൾ, എന്തിനാണ് അല്ലെങ്കിൽ എന്തു സംഭാവനയുടെ പേരിലാണ് PC ജോർജിനെ ഇത്ര ആളും അർത്ഥവും നൽകി BJP സഹായിക്കുന്നത്? ആളും അർത്ഥവും എന്നുള്ളത് മാധു എനിക്ക് മനസ്സിലായില്ല. ഇവിടെ അർത്ഥമൊന്നും നൽകേണ്ട ആവശ്യം BJPയുടെ അടുത്തുനിന്ന് എന്തെങ്കിലും സ്വീകരിക്കേണ്ട കാര്യം PC ജോർജിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ബാക്കി കാര്യത്തിലേക്ക് വന്നാൽ, ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന ആൾ ഇന്നോ ഇന്നലെയോ ഒന്നും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പൊട്ടിമുളച്ചു വന്നിട്ടുള്ള ഒരാളല്ല. ഈ സനോജൊക്കെ ഇപ്പോൾ ഏറ്റവും നികൃഷ്ടനായി പറയുന്ന ഈ സനോജൊക്കെ ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് പൂജിച്ചിരുന്ന അവരുടെയൊക്കെ ഒരു ഭാഗമായിരുന്ന ആളാണ് ഈ PC ജോർജ്.
ഇന്നിപ്പോൾ അദ്ദേഹം അവർക്കൊക്കെ അനഭിമതനായിരിക്കാം, മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. അതെന്തായാലും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ശരി, ഇപ്പോൾ BJP പൂജിക്കാൻ ഇറങ്ങുന്നതിന്റെ കാരണം എന്താണ്? പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം അല്ല, ബി ജെ പിക്ക് ഈ വിഷയത്തിലുള്ള നിലപാടെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഒരാളെ ഒരു ഭരണകൂടവും പോലീസും ചേർന്നുകൊണ്ട് ആക്രമിക്കുന്നു. എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതോ ഒരു കൊടും പാതകം നടന്നു എന്നുള്ള രീതിയിലാണ് വെളുപ്പിന് 3 മണിക്ക് പോയി ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ PC ജോർജിനെ പോലെയുള്ള ഒരു സാമാജികനായിരുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ക്യാമ്പിലേക്ക് എത്തിക്കുന്നു, അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നു. ശരി, അവർ 153 295 ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഇരിക്കട്ടെ, നിയമത്തിന്റെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ അതിന് അല്പം പുറകോട്ട് ചിന്തിച്ചാൽ ഈ ഒരു വിഷയത്തിൽ മാത്രം, PC ജോർജിന്റെ വിഷയത്തിൽ മാത്രം ഇത്ര തിടുക്കപ്പെട്ട് ഇതുപോലെ ഒരു നടപടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ആ സാഹചര്യമാണ് BJPയെ ചിന്തിപ്പിച്ചത്. അല്ലെങ്കിൽ BJP PC ജോർജിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ രാഷ്ട്രീയപരമായിട്ട് പ്രതിയാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. ശരി, അല്ലാതെ അങ്ങ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് PC ജോർജിനെ പോലെയുള്ള ഒരാൾ, PC ജോർജിനെ പോലെയുള്ള ഒരാൾ, PC ജോർജിനെ പോലെ ഈ സമയത്തായിരിക്കുന്ന ആൾ എങ്ങനെയാണ് ഒരു ഹിന്ദു മഹാസമ്മേളനം പോലെ ഒരു വേദിയിൽ വന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ 2 കേസുകൾ വരികയും ആ FIRൽ പ്രതിയാവുകയും ചെയ്ത ഒരാൾ അല്ലേ? അപ്പോൾ PC ജോർജിനെ പോലെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടു എന്നുള്ളതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം. 2, കൊടും പാതകം ചെയ്തതുപോലെ ഈ സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്നത് ഒരു കൊടുംപാതകമല്ല എന്ന തിരിച്ചറിവ് BJPക്കുണ്ടെങ്കിൽ ആ തിരിച്ചറിവിലേക്ക് കേരള സമൂഹവും സർക്കാരും പോലീസും ഒക്കെ എത്തണോ? കേൾക്കാമോ അങ്ങേക്ക്? ശ്രീ TP സിന്ധുമോൾ കേൾക്കാമോ? കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊടുത്ത ഒരു കേസ് ആ സ്റ്റേഷനിൽ ഇന്നുമുണ്ട്. അതായത് കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്തുദേവനെ പറ്റി വളരെ മോശമായി പരാമർശിച്ച വസീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കൊടുത്ത കേസ് ഇന്നും അവിടെ ഉണ്ട്. ഒരു അറസ്റ്റുമില്ല, ഒരു FIRും ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. 5 മാസമായി കാത്തിരിക്കുന്നു അവര്. ഇതുപോലെ നിരവധി കേസുകൾ ഈ കേരളത്തിലെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലുണ്ട്. വർഗീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ. ഇവിടെ മുജാഹിദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, വളരെ പ്രത്യക്ഷമായ പ്രസംഗങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള കേസുകൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്തുകൊണ്ട് 3 മണിക്കും 4 മണിക്കും ഒന്നും ഒരു പോലീസ് കടന്നു ചെന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്? എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ട് ഒരു FIR പോലും ഇടാൻ പോലീസ് തയ്യാറായിട്ടില്ല? അതാണ് പറയുന്നത്. ഇവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ വർഗീയ പ്രീണനം പിണറായി വിജയൻ സർക്കാർ LDF നടത്തുന്നു. അത് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് PC ജോർജിനെ ആക്രമിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് CPMന്റെ പ്രതിനിധി മറുപടി പറയട്ടെ. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ ശ്രീ TP സിന്ധുമോൾ, അതായത് മറ്റേതെങ്കിലുമൊക്കെ കേസുകളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ കേസിലും വീഴ്ചയുണ്ടാകണം എന്നുള്ളതാണോ വാദം? അല്ല, ഇവിടെ മാധു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്? നോൺ ബെയിലബിൾ, ഇവരെല്ലാവരും വാദിക്കുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, പ്രോസിക്യൂട്ടർ ഹാജരായില്ല, അതുകൊണ്ട് അപ്പീലിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഉള്ള വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയും പലതിലും വരുന്നുണ്ട്. പക്ഷെ ഒരു മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കണമെങ്കിൽ ആ കോടതി ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും പല കേസുകളും സ്റ്റേഷനിൽ എത്തുന്നത് കോടതിയുടെ മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ള ബോധ്യം കോടതികൾക്കുണ്ടെന്ന്. എവിടെയാണ് ഈ കേസുകൾ മുങ്ങുന്നത്? ഇതുപോലെ ഒരു വിഭാഗത്തെ മാത്രം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു സർക്കാർ പോകുമ്പോൾ അതിനെതിരെ വരുന്ന വിഭാഗങ്ങളെ ഈ ഗവൺമെന്റ് ചേർത്ത് പിടിക്കാതെ ആട്ടി അകറ്റുന്ന കാര്യങ്ങൾ ഇവിടെ കോടതികൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നുണ്ട്. കോടതി അങ്ങനെ എന്തെങ്കിലും കാഴ്ചപ്പാടിന്റെ പേരിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊന്നും പറയരുതേ. സ്വന്തം മുന്നിലേക്ക് വരുന്ന കേസിന്റെ നിയമവ്യവസ്ഥയും വകുപ്പുകളും ഒക്കെ നോക്കിയാണ് കോടതികൾ നിലപാടെടുക്കുന്നത്. അല്ലാതെ കോടതി സമൂഹത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒന്നിൽ കൃത്യമായ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ പേരിൽ നിലപാടെടുക്കുന്ന ഒരു സംവിധാനമല്ല അവിടുത്തെ തെറ്റിപ്പോയി. അല്ലല്ല, ഞാൻ പറഞ്ഞത്
അല്ല മാധു, തെറ്റിയിട്ടില്ല. കാരണം ഞാനും ഒരു വക്കീലാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ അത് മുഴുവനായും തെറ്റിപ്പോയി. പരിജ്ഞാനമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ പറയുന്നതെങ്കിൽ ശരി. അവിടുന്ന് ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ചാണ് കോടതി കാര്യങ്ങളെ സമീപിക്കുന്നത് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നെങ്കിൽ അത് തെറ്റിപ്പോയി, അടിപ്പടലം തെറ്റിപ്പോയി. അങ്ങനെയല്ല, കോടതികൾക്ക് കാഴ്ചപ്പാടാവാം. അല്ല മാധു, അങ്ങനെ സ്ഥാപിക്കാൻ വരട്ടെ. ഞാൻ പറയട്ടെ, മനുഷ്യരാണ് കോടതികൾ, മനുഷ്യരാണ് മജിസ്ട്രേറ്റുമാർ, ജഡ്ജിമാർ, ഇവരൊക്കെ മനുഷ്യരാണ്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കുവാൻ അവർക്ക് സാധിക്കും. എന്തൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കും. അനുവദിക്കാൻ കഴിയില്ല. പക്ഷേ ശ്രീമതി ടി പി സിന്ധുമോൾ എന്നോട് ക്ഷമിക്കണം. അതായത് കോടതിയിലിരിക്കുന്നത് മനുഷ്യരാണ്, കോടതിയിലിരിക്കുന്നത് മനുഷ്യരാണ്. കോടതി മാനുഷികമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിയമം പരിഗണിക്കാനും നിയമം മുഖേന കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനും അതിൽ നിയമം അനുസരിച്ച് തീരുമാനം എടുക്കാനുമുള്ള സംവിധാനമാണതെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ സാധാരണക്കാരൻ. അല്ലാതെ കോടതിയിലിരിക്കുന്ന ജഡ്ജി മാനുഷികമായി ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ വീഴ്ചകളോടും കൂടിയെടുക്കുന്ന തീരുമാനങ്ങളാണ് കോടതി വിധികളായി പുറത്തു വരുന്നത് എന്ന് വിശ്വസിച്ച് ഒരു നിയമ സംവിധാനത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതല്ല കാഴ്ചപ്പാട്. ശ്രീമതി ടി പി സിന്ധുമോൾ, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ സംഭവ വികാസങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല എന്നൊന്നും വിചാരിക്കാൻ കഴിയില്ല. അത് ഈ പറയുന്ന ദിവസം 29-ാം തീയതി 5 മണിക്ക് പി സി ജോർജ് നടത്തിയ പ്രസംഗത്തിലാകട്ടെ, അതിൻ്റെ വേദിയിലേക്കുള്ള ക്ഷണത്തിൻ്റെ പേരിലാകട്ടെ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളിലാകട്ടെ, കസ്റ്റഡിയിലാകട്ടെ, ജാമ്യത്തിലാകട്ടെ, ഇതൊക്കെ നടന്ന സമയങ്ങളിലൊക്കെ ആകട്ടെ, എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. അത് ഒഴിച്ചു നിർത്തിയൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ കൃത്യമായ ഇതിനെല്ലാം ശേഷം സംഭവിച്ച ഈ രാഷ്ട്രീയ പിന്തുണ എന്ന് പറയുന്നത്, ഒറ്റക്കെട്ടായി BJP പിന്നിൽ നിൽക്കുന്നത്, കേന്ദ്രമന്ത്രി തന്നെ വന്ന് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് അല്ലെങ്കിൽ AR ക്യാമ്പിലേക്ക് കടന്നു ചെന്ന് പ്രതിയെ കാണാൻ നടത്തിയ ശ്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കി കാണുന്നത്? അത് നോക്കൂ, ഈ സംഭവത്തിന് തുടക്കം ഉണ്ടായിരിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 29-ാം തീയതി വൈകിട്ട് ഈ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ ശ്രീ പി സി ജോർജ് നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ്. അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചവർ എന്തിൻ്റെ പേരിലായാലും അദ്ദേഹത്തെ അതിൽ ക്ഷണിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടെ സംസാരിച്ചിരിക്കുന്നു. ആ സംസാരം കേരള സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ദഹിക്കാത്ത വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര മോശമായി ആരും സംസാരിച്ച് കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തനായിരുന്നയാൾ, ഒരു ഔദ്യോഗിക പദവികൾ വഹിച്ചിരുന്നയാൾ, നിയമസഭാംഗമായിരുന്നയാൾ, ചീഫ് വിപ്പായിരുന്നയാൾ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വാചകങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുതയാണ്. സ്വാഭാവികമായി അപ്പോൾ തന്നെ സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കാമായിരുന്നു. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേസെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ അദ്ദേഹത്തെ ജാമ്യം നൽകി കോടതി വിട്ടയച്ചിരിക്കുന്നു. ഇതിനകത്ത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞത് ലോകപ്രശസ്തമാണ്. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം എല്ലാവർക്കും ഒരു മാതൃകയായിരുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയുടെ വേർതിരിവുകൾ അത് ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കൽ പോലും തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്നത് മാറി എത്ര ഉന്നതനും ഇത്തരത്തിൽ പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ലജ്ജിപ്പിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇവിടെ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം താങ്കൾ പറഞ്ഞു, കൃത്യമായി ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടല്ലോ. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. പരസ്പരം കൊണ്ടും കൊടുത്തും പോകുന്നതിന് പകരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്ക് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം ഈ കേസ് ഉണ്ടായതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ ഒരു കോൺസ്പിറസി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു കോൺഗ്രസ്. കാരണം ശ്രീ പി സി ജോർജ് അവിടെ വരുന്നു, അദ്ദേഹം ഇത്തരത്തിൽ സംസാരം നടത്തുന്നു, അതിനെ സംബന്ധിച്ച് പോലീസ് കേസെടുക്കുന്നു, പോലീസ് കേസെടുത്തപ്പോൾ തന്നെ അതിന് ജാമ്യം കിട്ടുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഫലത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വർഗീയതയുടെ വിത്ത് വിതറുന്ന രീതിയിൽ വളരെ ഭവിഷ്യത്തുണ്ടാക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അദ്ദേഹം പടച്ചു വിട്ടിരിക്കുന്നു. അദ്ദേഹം വാപോയ കൂടാലി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ പോരാ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു പ്രതികരണമല്ല ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിലെ കോൺസ്പിറസി ഉൾപ്പെടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ മുതൽ ഒരു ഭാഗത്ത് BJPയുടെ അനുകൂലികൾ അദ്ദേഹത്തിന് അനുകൂലമായി ഓൾ ഓഫ് എ സഡൻ പുറത്തു വരുന്നു. അദ്ദേഹം ജനപക്ഷം എന്ന പാർട്ടിയുടെ, അദ്ദേഹം BJPക്കാരനല്ലോ, അദ്ദേഹം ജനപക്ഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റാണ്, ചെയർമാനാണ്.
മറുഭാഗത്ത് അദ്ദേഹം പോകാത്ത മുന്നണികളിൽ LDF ഉണ്ടായിട്ടുണ്ട്, UDF ഉണ്ടായിട്ടുണ്ട്, BJP NDA മുന്നണിയിൽ വന്നിട്ടുണ്ട്, എല്ലായിടും വന്നിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ തരാതരം രാഷ്ട്രീയം കളിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വർഗീയ ചേരുവകൾ ചേർന്നുള്ള വാക്കുകൾ നിരന്തരമായി ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കുകയാണ് വായിൽ നിന്ന്. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. ഒരിക്കലും അത് നിർത്തുവാനോ അതിൽ ഇടപെടാനോ പോലീസിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം അദ്ദേഹം പരിധി വിട്ടുകൊണ്ട്, അങ്ങേയറ്റത്തെ പരിധി വിട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നുള്ളത് ദുരൂഹമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഓൾ ഓഫ് എ സഡൻ ഈ BJPയുടെ ഭാഗത്തു നിന്ന് എങ്ങനെ പിന്തുണ കിട്ടി, അവരെ എങ്ങനെ തീരുമാനിച്ചു, എന്തിൻ്റെ പേരിൽ തീരുമാനിച്ചു, ഇതൊക്കെ. അപ്പോൾ ഈ സംസ്ഥാനത്ത് BJPയും CPMും കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വർഗീയമായ ചെരിതിവിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ രണ്ട് കൂട്ടരും കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ നമുക്കറിയാം. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ PC ജോർജിൻ്റെ കേസിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന് കേസെടുക്കുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് APP ഹാജരാകാതിരുന്നത്? APP ഹാജരാകാതിരുന്നിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ APP ഹാജരാകാതിരുന്നതിലെ ദുരൂഹതയില്ലേ? അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് അത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. കോടതിക്ക് ഇത്ര വർഷത്തിൽ താഴെയുള്ള ശിക്ഷ ലഭിക്കേണ്ട വകുപ്പുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിക്ക് അത് തീരുമാനിക്കാം. അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ APP ഹാജരാകാതിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മധു, ഞങ്ങളൊക്കെ ഒരുപാട് കേസുകൾ പ്രതിയായിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ കോടതി അവധിയുള്ള ദിവസം മജിസ്ട്രേറ്റിന് മുമ്പിലൊക്കെ ഹാജരാക്കിയാൽ സാധാരണ സംഭവിക്കാറുള്ളത് ശരി, അടുത്ത വർക്കിംഗ് ഡേയിൽ ഞങ്ങൾ APPയോടെ കേട്ടത് അതിനകത്ത് ജാമ്യം തീരുമാനിക്കാം എന്ന ജാമ്യത്തിൽ ഒരു തീരുമാനമെടുക്കാം, അതുവരെ റിമാൻഡ് ചെയ്യാണ് പതിവ്. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് പേരെ, എനിക്കെതിരായി നിൽക്കുന്ന CPMൻ്റെ പ്രതി ഉൾപ്പെടെ ഇത്തരം കേസുകളിൽ ഞങ്ങളെയൊക്കെ അവധി ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അടുത്ത ദിവസം ഓപ്പൺ കോർട്ടിൽ APPയുടെ വാദം കൂടി കേട്ടതിന് ശേഷം ഇതിനകത്തൊരു തീരുമാനമെടുക്കാമെന്നാണ് പറയാറുള്ളത്. ഏതായാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കില്ല. എന്തുകൊണ്ട് APP ഹാജരായില്ല എന്നതിനെ സംബന്ധിച്ചും ഇതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചും ഒക്കെ ദുരൂഹതയുണ്ട്. സർക്കാരും BJPയും പരസ്പര പൂരകങ്ങളായി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്നും രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അത് അടിവരയിടുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന CPMൻ്റെ നിലപാടുകളെ സംബന്ധിച്ചും ഈ കേസിൽ ഉൾപ്പെടെയുള്ള നിലപാടുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ BJP വളരെ പെട്ടെന്ന് ഇതിലേക്ക് കക്ഷിയായി ചേർന്നുകൊണ്ട്, അപ്പോൾ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ സംസ്ഥാനത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന രീതിയിലേക്കുള്ള നടപടികളാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇത് കേരളത്തിന് ഭൂഷണമല്ല. ശരി, ശ്രീ ഫസൽ ഗഫൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, കേരളം ഒരു സമൂഹം എന്ന രീതിയിൽ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ചില സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ വേദി എന്ന് പറയുന്നത് ഒരുപക്ഷെ BJPക്ക് പറയാം തങ്ങൾക്ക് ആ വേദിയും ആ സംഘടനവുമായും ഒന്നും ഒരു ബന്ധവുമില്ല എന്ന് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു വെക്കാവുന്നതാണ്. പക്ഷേ ആ വേദിയിലുണ്ടായ വിദ്വേഷ പ്രതികരണത്തിന്റെ പേരിൽ PC ജോർജിനെ പോലെ ഒരാൾ കസ്റ്റഡിയിലാകുന്ന സമയത്ത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഈ തുറന്ന സമീപനവും തുറന്ന പിന്തുണയും അത് ഇത്രത്തോളം ഉയർന്ന തലത്തിൽ അല്ലെങ്കിൽ ഇത്രത്തോളം തുറന്ന തലത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഒരു വിഷപ്പാമ്പിനെ എടുത്ത് കഴുത്തിലിടുന്ന പണിക്ക് BJP നിൽക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലും ഒരു ദേശീയ പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇത്തരത്തിൽ എന്താ പറയുക, ആയാറാം ഗയാറാം ഹരിയാനയിലെ പേരാണ്, അതുമാതിരി ആയാ ജോർജ് ഗയാ ജോർജ് എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കുക, ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് സംസാരിക്കുക, സംവരണ വിരുദ്ധമായിട്ട് സംസാരിക്കുക, അത്തരത്തിലുള്ള ഒരാളെ നമ്മൾ പേർക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷകളാണ് ഇയാളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി അടുത്ത ഇലക്ഷനിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ലെവലിലാണ്. ഇതിനു മുമ്പ് ഇദ്ദേഹം മുസ്ലിം വർഗീയ പാർട്ടികളുടെ മീറ്റിങ്ങിൽ പോവുകയും ആ ഇലക്ഷൻ ജയിച്ചപ്പോൾ അവരാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അന്ന് ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ വലിയ വക്താവായിട്ട് മാറി അവരുടെ എല്ലാം ഒരു മുടി ചൂടാൻ മുന്നനായിട്ട് ഭവിച്ചു. ഇപ്പോൾ ഇദ്ദേഹം ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പരിപാടിയാണ്. ആ പരിപാടിയിൽ ഈ കലങ്ങിയ വെള്ളത്തിൽ വെള്ളം പിടിക്കാൻ മീൻ പിടിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ മനസ്സിലല്ലേ, ആ ഭാരതീയ ജനതാ പാർട്ടി ദൂരെ ഇനി അങ്ങോട്ട് ദുഃഖിക്കേണ്ടി വരും. പല അബ്ദുള്ള കുട്ടിമാരും പല അബ്ദുസലാംമാരും ഒക്കെ വരുന്ന കൂട്ടത്തിൽ തന്നെ ഇവരെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ഇവർക്ക് യാതൊരു വോട്ടുമില്ല, ഇവർക്ക് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ആണെങ്കിൽ തുടങ്ങിയ ചില പരീക്ഷണങ്ങൾ ചില MLA-മാരൊക്കെ പെട്ടെന്ന് BJPയുടെ ഭാഗമാകുന്നതും കേന്ദ്രമന്ത്രിയാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ളവർ അങ്ങനെ പലതരം പരീക്ഷണങ്ങൾ നടത്തിയുള്ള ഒടുവിലത്തെ പരീക്ഷണം അത് കലക്കവെള്ളത്തിലാണെങ്കിലും ശരി മീൻ കിട്ടിയാൽ മതി എന്നാണ് കാഴ്ചപ്പാടെങ്കിലോ?
അല്ല, ഇത് പക്ഷേ ഈ കിട്ടാൻ പോണ മീൻ ഒരു സ്രാവാണെന്ന് കൂടെ മനസ്സിലാക്കണം. വെറുതെ സ്രാവിനെ സ്രാവിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. സ്രാവ് കടലിലോട്ട് പോയി പോകും. അത് പോണ കൂട്ടത്തിൽ ഇവരെയും കൊണ്ട് പോകും. അതല്ല, ഇവരെന്ന് വെച്ചാൽ ഇവരുടെ പാർട്ടിക്ക് ദേശീയ തലത്തിലൊന്നും ഒന്നും പറ്റാൻ പോകണില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏത് പാർട്ടിയായാലും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. മനസ്സിലല്ലേ? ഹിന്ദുത്വമൊക്കെ ബദലായിട്ട് ആ സമയത്ത് ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ വാദം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സൈദ്ധാന്തികമായിട്ട് വേണിച്ച് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. മനസ്സിലല്ലേ? നമ്മളതിനെ എതിർക്കുന്നു. മനസ്സിലല്ലേ? അതിവിടെ ഇരിക്കുന്ന നമ്മുടെ ഇപ്പോൾ ചാമക്കാലയായാലും അല്ലെങ്കിൽ സജീഷ് ആയാലും അവർ മതേതര വശത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. മറ്റു വശത്ത് നിൽക്കുന്നത് അതിൽ രാഷ്ട്രീയമാണ് അതിലുള്ളത്. അതിലെന്തെങ്കിലും ഒരു സൈദ്ധാന്തികമായിട്ടുള്ള വശമുണ്ട് എന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അത് പ്രായോഗികമായി നടപ്പാക്കുമ്പോൾ വർഗീയമായി മാറുന്നു എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചണ്ടിയൊക്കെ എടുത്തിട്ട് തലയിൽ വെച്ച് കൊണ്ടുനടക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയുന്നത്. ശരി, ശ്രീ ഫസൽ ഗഫൂർ. ശ്രീ വി കെ സനോജ്, അതായത് BJP ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടു കക്ഷികളും മാറി മാറി PC ജോർജിനെ കൂടെ നിർത്തിയിട്ടുണ്ട്. അന്നൊന്നും അവർക്കില്ലാത്ത ഒരു പ്രശ്നം എപ്പോഴാണ് ഈ ഒരു ഹൈന്ദവ വേദിയിൽ വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഇവിടെ PC ജോർജ് ഹൈന്ദവ വേദിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രസംഗം നടത്തിയതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ PC ജോർജ് നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ നാട് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ്. ഈ സമൂഹത്തെ വിഭജിപ്പിക്കുന്നതാണ്. നിങ്ങൾ നോക്കി ആ പ്രസംഗത്തിൻ്റെ വീഡിയോ എടുത്ത് പരിശോധിക്കണം. അതിനകത്ത് എന്തൊക്കെ അബദ്ധങ്ങളാണ് പറയുന്നത്. ഒട്ടും ഒരു യുക്തിക്കും നിരക്കാത്ത തരത്തിൽ അങ്ങേയറ്റം വർഗീയ വിഷലിപ്തമായിട്ടുള്ള കാര്യമാണ് PC ജോർജ് അവതരിപ്പിച്ചത്. അപ്പം അതിനെതിരായിട്ട് ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിനിധിക്ക് അവർ ഈ ചർച്ചയിൽ അവർക്ക് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുമോ? PC ജോർജ് പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കണം അവതാരക എന്ന നിലയിൽ. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ എന്താണ്, ഒരു പുതിയൊരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കിയാണ് BJPയും CPMും കേരളത്തിൽ ഒത്തുകളിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ പോലീസാണ് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹത്തെ സർക്കാരിന്റെ പോലീസ് കൃത്യമായും അത് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അവരെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ കോടതിയിൽ നടന്ന സംഭവം എന്താണ്? കോടതിയിൽ സാധാരണ നിലയിൽ മജിസ്ട്രേറ്റ് പ്രോസിക്യൂഷനെ കേൾക്കേണ്ടതാണ്. അവധി ദിവസമായതുകൊണ്ട് സാധാരണ നിലയിൽ ഇതുവരെയുള്ള ഒരു കീഴ്വഴക്കമനുസരിച്ച് ഈ കേസ് ഓപ്പൺ കോർട്ടിലേക്ക് വിടും. പിറ്റേ ദിവസം പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ ഹാജരാകും, അവരുടെ ഭാഗം കേൾക്കും, എന്നിട്ടാണ് നടപടിയിലേക്ക് പോവുക. സാധാരണ നിലയിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി അസാധാരണമായിട്ടൊരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതെന്താണെന്ന് നിയമവിദഗ്ധന്മാർ കൂടി പറയേണ്ടുന്നൊരു കാര്യമാണ്. പക്ഷെ അത് വലിയ തോതിൽ ആരോപണത്തിന് വഴിവെക്കുന്നുണ്ട്. അത് സർക്കാർ കൂടി അറിഞ്ഞുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് പറയാൻ ഒരു ഇടയുണ്ടാകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ലല്ലോ. സാധാരണ നിലയിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണെങ്കിൽ പ്രോസിക്യൂട്ടറോട് ഹാജരാവാൻ മജിസ്ട്രേറ്റ് പറയേണ്ടതാണ്. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, സാധാരണയിൽ മാത്രമല്ല ഈ ഹാജരായിട്ടുള്ള മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഈ പ്രതിയെ ഹാജരാക്കിയിട്ടുള്ള മജിസ്ട്രേറ്റ് ഈ കേസിൻ്റെ പരിധിയിൽ അപ്പുറത്തുള്ളയാളാണ്, ചുമതലയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണയിൽ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ആ മജിസ്ട്രേറ്റ് ഉറപ്പായിട്ടും അത് ഓപ്പൺ കോർട്ടിലേക്ക് വാദത്തിന് വെക്കേണ്ടതാണ്, പ്രോസിക്യൂഷനെ കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ പ്രോസിക്യൂഷനെ കേൾക്കുന്ന നില ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞതൊരു സാധാരണ നിലയിൽ സംഭവിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നടപടിക്രമമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ കോടതിയും സർക്കാരും ഒത്തുകളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയതയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ സർക്കാർ ഒത്തുകളിച്ചു എന്നാണ് ആരോപണം, അല്ലാതെ കോടതിയും സർക്കാരും ഒത്തുകളിച്ചു എന്നല്ല. അല്ല, സർക്കാരും BJPയും ഒത്തുകളിച്ചു എന്നല്ല ഇപ്പോൾ ഇവർ പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം എങ്ങനെ ഉണ്ടാവും? കാരണം ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നിലയിൽ കോടതി പ്രോസിക്യൂഷനെ കേൾക്കേണ്ടതാണ്. കേൾക്കാത്ത ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതൊരു നിയമപ്രശ്നമായി നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ആ കാര്യം ആ നിലയിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു പുതിയ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് PC ജോർജിനെ പോലൊരാൾ, കേരളത്തിൻ്റെ നിയമസഭയിൽ ദീർഘകാലം അംഗമായിട്ടുള്ള ഒരാൾ അങ്ങേയറ്റം വിഷലിപ്തമായ നിലയിൽ ഒരു വർഗീയത പ്രസംഗം നടത്തി. അപ്പോൾ അത് എന്തിനു വേണ്ടി, എന്താണ് അയാളുടെ താല്പര്യം, അയാളെ എന്ത് താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് BJP ആ വേദിയിൽ അവതരിപ്പിച്ചത്? അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇന്നലെ നമ്മൾ ഈ വിഷയം എടുത്തിരുന്നു, അതുകൊണ്ടാണ് ആ ചർച്ചയുടെ തുടക്കം തന്നെ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു പിറ്റേ ദിവസം ഈ വിഷയം എടുക്കുന്നുകൊണ്ടാണ് ഇന്നത്തെ വിഷയങ്ങളിൽ ആദ്യം ഊന്നലെടുത്തിട്ടുള്ളത്. നമുക്ക് ശ്രീ TP ബിന്ദു മോളോട് തന്നെ ചോദിക്കാം. ശ്രീ TP സിന്ധു മോൾ, അതായത് ഈ കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ നിന്നൊന്നും പിന്നോട്ടില്ല എന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് സാമൂഹികമായ അവസ്ഥയോ അടിത്തറയോ ഇല്ല. അതൊക്കെ അപ്പാടെ വിഴുങ്ങാനും അതൊക്കെ അപ്പാടെ വിശ്വസിക്കാനും തയ്യാറായി തന്നെയാണോ ഈ രാഷ്ട്രീയ പിന്തുണ?
മാധു, ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒന്ന് ഇവിടെ ജാമ്യം കൊടുത്ത മജിസ്ട്രേറ്റിനെ വരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ കേസിൻ്റെ കാര്യകാരണങ്ങൾ, ഈ കേസ് ദുർബലമാണ്, അല്ലെങ്കിൽ ഈ കേസിൽ ഈ പറയുന്ന വകുപ്പുകൾ നിൽക്കില്ല എന്നൊരു മജിസ്ട്രേറ്റിന് ബോധ്യമാകുമ്പോഴേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ പറ്റൂ. അതങ്ങനെ തന്നെയാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. പോലീസ് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്ത് FIR ഇട്ടു എന്ന് പറഞ്ഞ് അത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ അദ്ദേഹം നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഒന്ന്, പുറത്ത് വന്ന് PC ജോർജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെ എന്തായാലും ഒരു FIR ഇട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു. അതിന് കോടതിയിൽ വാദിക്കുകയും തെളിയിക്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ആ വാക്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 10-45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ന കാര്യം ഞാൻ തിരുത്തുന്നു, ഇന്ന കാര്യം എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാതെ അദ്ദേഹം മൊത്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനെയാണ് വീണ്ടും ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിഷയം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ സംസാരിക്കുന്ന കേരളത്തിലെ ഏക രാഷ്ട്രീയക്കാരൻ PC ജോർജ് ആണെന്ന് പറയാൻ സാധിക്കുമോ? ഇവിടെ LDF-ൽ ഒരു MM മണി ഉണ്ടല്ലോ. ആ പെമ്പിളെ ഒരുമൈ സമരത്തോടനുബന്ധിച്ച് എത്രയോ മോശമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ജയിൽ റിമാൻഡിൽ പോകേണ്ടി വന്ന ആളല്ലേ. ഇപ്പോഴും സംസാരത്തിൽ പലയിടത്തും പാകപ്പിഴകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ആ ശൈലി ആ രാഷ്ട്രീയക്കാരൻ്റെതാണ്. അത് അവിടെ നമ്മൾ ഉപേക്ഷിക്കണം. അല്ലാതെ അത് BJP-യുടെ പേരിൽ പഴിചാരിക്കൊണ്ട് BJP-യിൽ ഇതിൽ ഏതോ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഒന്നും മനസ്സിലായി, BJP-യെ ഇവർ ഭയപ്പെടുന്നുണ്ട്. കേരളത്തിൽ BJP-യെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. BJP ഒന്ന് അനങ്ങിയാൽ അവർ അത് വിവാദമാക്കുന്നു. BJP എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരത് വിവാദമാക്കുന്നു. കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്നായിട്ടറിയാം, അവരിന്ന് ഭരിക്കുന്നത് ഏതാണ്ട് 30-35% വോട്ട് ഷെയർ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ ചർച്ചയുടെ പാനലിൽ വന്നിരിക്കുന്ന ഫസൽ ഗബൂർ അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സെമിനാർ, അതിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു. ഏതാണ്ട് 30%ഒക്കെയുള്ള LDF അല്ലെങ്കിൽ അതുപോലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജാതി രാഷ്ട്രീയത്തിൽ തന്നെ നിന്ന് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം ഉത്ബോധനം ചെയ്യുന്ന സെമിനാറുണ്ട്. അവിടെയൊന്നും വർഗീയ വിദ്വേഷമില്ലേ? അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് PFI ലീഡേഴ്സ് ഇവിടെ ആലോചിക്കണം. ഒരു ഭാഗത്ത് ഇതൊക്കെ പറഞ്ഞ് വർഗീയ ശക്തി എന്ന് പറഞ്ഞ് BJP-യെ മുദ്ര കുത്തുമ്പോൾ, ഈ കേരളത്തിൽ മതമൗലികവാദികൾ BJP-യുടെയും RSS-ൻ്റെയും ഒക്കെ പ്രവർത്തകരെ കൊലക്കത്തിക്കിരയാക്കുമ്പോൾ അവരുടെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലി മാത്രം ഈ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തെ മാറ്റണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് തൊട്ട് ഇങ്ങോട്ടുണ്ട്. അത് നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. അത്തരം ഭീകര പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയോട് കൂടുതൽ ലീഡേഴ്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി വരണം. അതായത് ഞാൻ കുറെയൊക്കെ കേട്ടിരിക്കുന്നു. അതായത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ BJP അനങ്ങുമ്പോഴല്ല വിവാദം ഉണ്ടായത്. ഇനി PC ജോർജ് ഇതിനിടയ്ക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. PC ജോർജ് പറഞ്ഞതാണ് വിവാദം. അതിൽ BJP നൽകുന്ന പിന്തുണയുടെ സാധുത എന്താണ്, സാധ്യത എന്താണ്? ഈ രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ അങ്ങയോട് ചോദിച്ചത്, PC ജോർജ് ആ വേദിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം BJP അപ്പാടെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. BJP-യുടെ വേദിയല്ല എന്ന് BJP-യുടെ നേതാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ. BJP അംഗീകരിക്കുന്നുണ്ടോ? അങ്ങ് പറയൂ. ഈ പറയുന്ന ഒരൊറ്റ തുള്ളി ഒഴിച്ചു കൊടുത്ത് വന്ധ്യംകരണം നടത്തുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു മെഡിസിൻ ഇവിടെ ഉണ്ട് എന്നും അത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കച്ചവടക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നും BJP വിശ്വസിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ BJP ഇവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. അതേസമയം ഹലാൽ വിഷയത്തിൽ BJP ചർച്ച നടത്തിയിട്ടുണ്ട്. പരമാർത്ഥമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എനിക്ക് എതിർപ്പുണ്ട്. അതായത് പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ PC ജോർജ് വിളിച്ചു പറഞ്ഞു എന്ന് BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്നല്ലേ BJP പറഞ്ഞു വെക്കുന്നത്? അതില് മാധു, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ ഭാഷയോ കടമെടുക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ച അതിൻ്റെ മുഴുവൻ അന്തസത്ത, ആ അന്തസത്തയിൽ ഒരു സത്യമുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു എന്ന് BJP പല ആവർത്തി BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞില്ലേ? PFI-യുടെ കൊലക്കത്തിക്കിരയായ സമയത്ത് ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഇതുപോലെ ഒരു വന്ധ്യംകരണ പരീക്ഷണം സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? സാക്ഷി പറയുകയാണോ? അത് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മാധു. ഞാൻ പറഞ്ഞത് എന്താണ്?
PC ജോർജ് പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ മൊത്തം ഒരു അന്തസത്ത, അതായത് ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടക്കുന്നു എന്നുള്ള ആ അന്തസത്ത അതെടുക്കണം. നിങ്ങൾ ഓരോ വാക്ക് ഇത് വർഗീയ ധ്രുവീകരണം നടക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അയ്യോ, അദ്ദേഹം അങ്ങനെ വർഗീയ ധ്രുവീകരണം നടക്കുന്നുണ്ട്, നമ്മൾ അതിനെതിരെ ചെറുത്തു നിൽക്കണമെന്നല്ല പറഞ്ഞത്. TP സിന്ധുമോൾ അദ്ദേഹം പറഞ്ഞു വെച്ച പ്രസംഗത്തിന്റെ ആകെ മൊത്തം പൊരുളെന്ന് പറയുന്നത് ഒരു സമുദായം എന്ന് പറയുമ്പോഴും അതിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ജിഹാദിസം മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇവിടെ മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളെ എടുത്തല്ല ഞാൻ പറയുന്നത്. അല്ല, അങ്ങനെ പറയണം ശ്രീമതി TP സിന്ധുമോൾ. എങ്ങനെയാണ് ഒരാൾ വിനാശകരമായ ചില കാര്യങ്ങൾ പറയുകയും അല്ല, അദ്ദേഹം അവിടെ ഈ പറയുന്ന പൂക്കളെ നോവിക്കരുത്, അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല തുടങ്ങിയ അഹിംസയുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സർവ്വവിനാശകാരിയായ വാക്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസും മൈനസും ഇട്ട് ലഘൂകരിച്ച് കളയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ വിനാശകരമായ കാര്യങ്ങളെ അതിന്റെ ഗൗരവത്തിലെടുത്ത് തള്ളിക്കളയാൻ BJP തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ BJP ഒരിക്കലും സ്വാംശീകരിക്കുകയോ അതിനെ സമൂഹത്തിന്റെ മുന്നിൽ വെക്കാനോ തയ്യാറല്ല. പക്ഷേ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഈ നിമിഷം വരെ ആരും പറഞ്ഞില്ല. ശ്രീ V മുരളീധരൻ ഇന്ന് ഇത്രത്തോളം പ്രകോപനപരമായി ഇടപെട്ടപ്പോഴൊന്നും പറഞ്ഞു കേട്ടില്ല. ശ്രീ K സുരേന്ദ്രൻ പറഞ്ഞില്ല. ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ, ഹലാല് പോലെയുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ BJPയുടെ പരാമർശങ്ങൾ ഇതിനു മുമ്പ് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് യോജിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നു എന്നല്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായി, ആത്യന്തികമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയം, ഒരു പോലീസ്, അതിനെതിരെയാണ് BJP രംഗത്ത് വന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ മാധു, അതിനെതിരെയാണ് രംഗത്ത് വന്നത്. TP സിന്ധുമോളോട് ക്ഷമിക്കണം, എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ സംസ്ഥാനത്ത് വിദ്വേഷകരമായ പ്രസംഗം നടത്തുന്ന ഒരാളെ അയാളുടെ ശൈലിയുടെ പേരിൽ അത് അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുകയും അദ്ദേഹത്തിന്റെ അന്തസ്സത്ത പറഞ്ഞതിന്റെ ആകെ തുക മാത്രം ഉൾക്കൊണ്ട് ബാക്കി എല്ലാത്തിനും വളരെ നിർലോഭമായ ഒരു ക്ഷമ നൽകണമെന്ന് പറയുന്ന നിലപാട് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് തള്ളിക്കളയുന്നുവെന്ന് ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു BJP നേതാവ് പറഞ്ഞതായി ഞാൻ കേട്ടില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ. എനിക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ അതിനൊരു ശൈലിയുണ്ട്. ശരിയാണ്, PC ജോർജിന്റെ കുറച്ച് ഫാൻസ് ഒക്കെ അച്ചായന്റെ ശൈലിയാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും ന്യായീകരിക്കുന്നതും ഒക്കെ നമുക്കും കാണാൻ കഴിയും. പക്ഷേ ശൈലിക്കൊക്കെ ഒരു പരിമിതിയില്ലേ? സർവ്വവിനാശകരമായ കാര്യങ്ങൾ പറയുന്ന ഒരാളെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് താരതമ്യം ചെയ്ത് ലഘൂകരിക്കാൻ കഴിയുമോ? അല്ല, ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് BJPയുടെ പ്രതിനിധിയുടെ ഭാഗത്ത് വരുന്ന കമൻസാണ്. ഈ രാജ്യത്ത് വർഗീയമായി, നമുക്കൊക്കെ ഒരു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണല്ലോ നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ വിധേയമാകേണ്ടി വരും. അപ്പോൾ അത് ഒരു പൊതുപ്രവർത്തകരിൽ നിന്നും ഇതൊന്നും അറിഞ്ഞുകൂടാത്തയാളല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആ വാചകത്തെ സംബന്ധിച്ച് ഇന്ന് മാധ്യമങ്ങൾ മാറി ചോദിക്കുന്നു BJP നേതാക്കളോട്, നിങ്ങൾ ആ വാചകത്തോട് യോജിക്കുന്നുണ്ടോ? ഒരൊറ്റയാളും ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഈ വാചകങ്ങൾ, ഞാൻ ആ വാചകങ്ങൾ ആവർത്തിക്കുന്നില്ല, മാധു ആവർത്തിച്ചതിനോട് പോലും എനിക്ക് യോജിപ്പില്ല. ആ വാചകങ്ങൾ എയറിൽ പോകാനുള്ള വാചകങ്ങളല്ല. അത്തരം വാചകങ്ങളെ പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എക്സ്ക്യൂസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്ത്? ഈ നിമിഷം വരെ ഇപ്പോൾ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന സിന്ധുമോൾ തുടങ്ങി BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ, ഈ സംസ്ഥാനത്തുള്ള BJPയുടെ കേന്ദ്രമന്ത്രിസഭയിലെ അംഗം ഉൾപ്പെടെ, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ശ്രീ കുമ്മൻ രാജശേഖരൻ ഉൾപ്പെടെ ഒരാളും ഇതുവരെ അദ്ദേഹം പറഞ്ഞ ആ വാചകത്തെ തള്ളി പറഞ്ഞിട്ടില്ല. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണത്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ട് നിങ്ങൾ അതിനെ താല്പര്യമില്ല? നിങ്ങൾ ബാക്കി അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ സ്വാതന്ത്ര്യത്തെയും നിങ്ങൾ അംഗീകരിച്ചോളൂ, സപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ പറയുന്നു, താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്, PC ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശൈലി ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശൈലിയാണ്. M.M. മണിയും PC ജോർജിനും താങ്കൾ കമ്പയർ ചെയ്യുന്നു. ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ, PC ജോർജിൻ്റെ ആ രാഷ്ട്രീയ ശൈലിയെ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറഞ്ഞതിന് ശേഷം അതിനെ ന്യായീകരിക്കാൻ BJPക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങളുടെ മുന്നണിയിലല്ലോ, നിങ്ങളുടെ ഘടകകക്ഷിയല്ലോ, NDAയുടെ ഭാഗമല്ലോ, എന്നിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ ഒരു നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും അതിനെ അപലപിച്ചുകൊണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ ആയിക്കോളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, രാഷ്ട്രീയമെന്നല്ല ഞാൻ പറയുന്നത്, വർഗീയതയിലൂന്നിയ രാഷ്ട്രീയമായ മുതലെടുപ്പിനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത. 2, ഇവിടെ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ അന്തസ്സത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തസ്സത്തെ മൊത്തത്തിലാണ് ഞങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നിൽക്കുകയല്ലേ? അതിന് എന്ത് പറഞ്ഞ് നമ്മളതിനെ ന്യായീകരിക്കാൻ കഴിയും? അത്രയൊക്കെ ഉണ്ടായിട്ടും അതിനെ നിങ്ങൾ ഒരു കാരണവശാലും തള്ളി പറയുന്നില്ല എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ അത് മാത്രമേ കേരളം പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം പിന്നെ നിങ്ങൾ പറഞ്ഞു BJP ഞങ്ങൾക്കെല്ലാം പേടിയാണെന്ന്. ശരിയാണ്, ഒരു സീറ്റ് ഉണ്ടായിരുന്നവർ സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ കൂടുതൽ പേടിക്കണം. എന്തിനു പേടിക്കണം? നിങ്ങളുടെ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ അതിൻ്റെ സമയക്കുറിച്ചൊക്കെ മൂലം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ വീണ്ടും നിങ്ങളുടെ വോട്ട് ഷെയർ കൂടി വന്നിട്ട് ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയുള്ളത് 14.25%, 14.25%. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിക്ലൈനേ ഉണ്ടായിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ കഴിഞ്ഞില്ല. അത് തന്നെ നിങ്ങൾ മുന്നണിയായി മത്സരിച്ചപ്പോൾ BDJS ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളോടൊപ്പം ചേർന്ന് മത്സരിച്ചപ്പോൾ മുന്നണി എന്ന് പറയാനില്ല, NDA എന്ന് പറയാനൊരു സംവിധാനമില്ല. ഏതായാലും BJP ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം തന്ത്രങ്ങളാണെങ്കിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പേടിക്കേണ്ടതുണ്ട്. കാരണം സാമുദായിക ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ അതിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലച്ച് പിടിക്കണമെങ്കിൽ ഇത്തരത്തിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ. അത് CPM-ഉം BJP-യും ഒരുപോലെ മുമ്പിൽ നിന്നുകൊണ്ട് ആ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ 2014 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രണ്ടുപേരും പരാജയപ്പെട്ടു. നിങ്ങളെ രണ്ടുപേരുടെയും ഈ നിലപാടിനോട് കേരളീയ ജനത യോജിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നെ സനോജ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, ഞാൻ BJP-യെയും CPM-നെയും കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വർഗീയമായി. ശരിയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമല്ലേ കൊടകരയിലെ കുഴൽപ്പണം പിടിച്ചത്? BJP-ക്ക് കൊണ്ടുപോയ കുഴൽപ്പണമല്ലേ? ആ കുഴൽപ്പണ അന്വേഷണത്തെ സംബന്ധിച്ച് എവിടെ എത്തി നിൽക്കുന്നു? രാമനാട്ടുകരയിൽ സ്വർണ്ണം കടത്തിയവൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയവർ ആ ഉൾപ്പെടെയുള്ള കേസ് എവിടെ എത്തി? നിങ്ങളിതൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകല്ലേ പല കാര്യങ്ങൾ. ഏറ്റവും അവസാനം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗുജറാത്തിൽ ഇലക്ഷൻ ഇയർ ആയിരിക്കെ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയെ അവിടെ വിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഫുൾ ഓക്കെയാണ് എന്ന് പറയുന്ന VP ജോയി അവിടെ വിട്ട് പറയുന്നത് ആരാണ്? അതിനുത്തരം പറയണ്ടേ? അപ്പോൾ ഇവിടെയൊക്കെ കൊടുക്കൽ വാങ്ങലുകളാണ്. BJP-യും CPM-ഉം ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളായി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു. നിങ്ങൾ പരസ്പരം ചെയ്യുന്ന നീയൻ പുറഞ്ചൊറിഞ്ഞിൽ ഞാൻ നിൻ പുറഞ്ചൊറിഞ്ഞിടാം എന്നത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞത് രാമനാട്ടുകരയെ സംബന്ധിച്ചും കൊടകരയെ സംബന്ധിച്ചും 2 കേസ് ഒരേ സമയം ഉണ്ടായതാണ്. എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോൾ VP ജോയിയെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഡാഷ്ബോർഡിനെ കുറിച്ച് പഠിക്കാൻ പോയിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് NIC ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ NIC-യോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. NIC ആണല്ലോ അവിടെ ഡാഷ്ബോർഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത് NIC-യോട് ചോദിക്കാമായിരുന്നല്ലോ. നിങ്ങൾക്ക് അവരോടൊരു പ്രസന്റേഷൻ നടത്തിയിട്ട് നിങ്ങളുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വേണ്ടി മുഖ്യമന്ത്രി പങ്കെടുക്കാമായിരുന്നല്ലോ. അതിനപ്പുറത്തേക്ക് BJP ഉൾപ്പെടെ CPM 2 തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന അറസ്റ്റും ജാമ്യവും അടക്കമുള്ള കാര്യങ്ങളിൽ BJP-യിൽ നിന്നുണ്ടാകുന്ന രാഷ്ട്രീയമായ എതിർപ്പ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇത് ഒരു ഒത്തുതീർപ്പാണ് അല്ലെങ്കിൽ ഒത്തുകളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാകുന്ന ആരോപണം. ഇതിലെവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം, അല്ലെങ്കിൽ എവിടെയാണ് ഈ പോലീസിന്റെ മൂവ് കൃത്യമായി ന്യായീകരിക്കപ്പെടുന്നത്? ഇവിടെ CPM ഒരു പ്രതിസന്ധി നേരിടുന്നില്ല. അതായത് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ വളരെ കൃത്യമായി പോലീസ് കേസെടുത്തു. അയാളെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയ നേരത്തെ പറഞ്ഞു, സാധാരണ നിലയിൽ കോടതിയിൽ ഹാജരാക്കി, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണെങ്കിൽ APP കേട്ടതിന് ശേഷം മാത്രമാണ് ജാമ്യം കൊടുക്കുന്ന കാര്യമുള്ളൂ. സാധാരണ നിലയിൽ അത് ഓപ്പൺ കോർട്ടിൽ കാര്യങ്ങൾ കേട്ടാണ് ഇതുവരെ നടന്ന അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇതൊരു അസാധാരണമായിട്ടുള്ള കാര്യമുണ്ടായി, അത് നിയമപരമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പം ജ്യോതികുമാർ പറയുന്നത് CPM-ഉം BJP-യും ഒത്തുകളിക്കുന്നു എന്നല്ലേ പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഒത്തുകളിച്ചത്? ഇപ്പോൾ ഞാൻ കേരളത്തിലെ ചില കേസുകൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പം മാറാട് സംഭവം ഉണ്ടായതിനു ശേഷം ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ മാത്രം നടത്തുന്ന തൊഗാഡിയ കോഴിക്കോട് വന്ന് പ്രസംഗിച്ചു. ആ കോഴിക്കോട് പ്രസംഗത്തിൽ കേരളത്തിലെ പോലീസ് കേസെടുത്തു. ആ കേസ് ആരാ പിൻവലിച്ചു കൊടുത്തത്? തിരുവനന്തപുരത്തെ MG കോളേജിൽ RSSൻ്റെ ക്രിമിനൽ സംഘം ഒരു പോലീസുകാരനെ കുത്തിവീഴ്ത്തി, പോലീസ് കേസെടുത്തു. ആ കേസ് ആരുടെ ഭരണകാലത്താണ് പിൻവലിച്ചു കൊടുത്തത്? യഥാർത്ഥത്തിൽ BJP-ക്കാർ പ്രതികളാവുന്ന കേസുകൾ പല ഘട്ടത്തിലും പിൻവലിച്ചു കൊടുത്തത്, അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സാണ്. ഇപ്പം എൻ്റെ നാട് കണ്ണൂരിലെ പല കേസുകളിലും നേരത്തെ കണ്ണൂരിൽ BJP-ക്ക് വലിയ ഈ ജനപ്രതിനിധികളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് UDF പിൻവലിച്ചു. 2011 പിൻവലിച്ചു. 2003 ആന്റണി മുഖ്യമന്ത്രി ഘട്ടത്തിൽ നടന്ന കാര്യമാണ്.
പല കേസുകൾ പരിശോധിച്ചാലും ഞാൻ അതിനൊന്നും വലിയ കണക്കുകളിലേക്ക് പോകുന്നില്ല. ഈ 2 കേസുകൾ തന്നെ നോക്കിയാൽ മതി. ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ CPM-ഉം BJP-യും ഒത്തുകളിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ BJP-ക്കെതിരായി ഈ രാജ്യത്ത് ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഞങ്ങളാണ്. യഥാർത്ഥത്തിൽ BJP-യുടെ ഇന്ന് പാർലമെന്റിലുള്ള MP-മാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ആരായിരുന്നു? പലരും കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കന്മാരില്ല. അതിനൊക്കെ ചരിത്രത്തിലേക്ക് പോകണം. യഥാർത്ഥത്തിൽ ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നാളത്തെ BJP-യാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഒതുങ്ങി. ഇന്ന് ഇന്ത്യയിൽ ഇതല്ല വിഷയം. ആ വിഷയത്തിൽ ചർച്ച ചെയ്തു പോയാൽ ഈ വിഷയത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയതിൽ പിന്മാറണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അതായത് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും അണിനിരത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. അത് പുതിയൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ശ്രീ വി കെ സനോജ് തിരിച്ചറിയുന്നുണ്ടോ സർക്കാർ? അത് നമ്മൾ വളരെ വ്യക്തമല്ലേ. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണല്ലോ വിചാരധാര. അതിനകത്ത് എന്താ പറയുന്നത്? ആഭ്യന്തര ശത്രുക്കളെ തുരത്തണം എന്നാണ്. ആഭ്യന്തര ശത്രുക്കൾ ഒന്നാമത്തെ ധാര ഇസ്ലാമിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. വളരെ കൃത്യമായിട്ട് പേജ് വെച്ച് പറയാൻ വേണ്ടി കഴിയും. ആ വിചാരധാരയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് RSS ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ RSSന് മറ്റു ചില താല്പര്യങ്ങളുണ്ട്. ഈ സംസ്ഥാനത്ത് കലാപത്തിൻ്റെതായ മതവിദ്വേഷത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. കലാപങ്ങളിൽ കൂടിയല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സ് ഇപ്പോൾ അത്ര എളുപ്പത്തിൽ ഭിന്നപ്പെടുത്താൻ വേണ്ടി കഴിയില്ല, ഭിന്നിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം അതിന് കുറേ കാലമായി അവർ നടത്തിക്കൊടുക്കുന്ന പല വിധത്തിലുള്ള ശ്രമങ്ങളുണ്ട്. എല്ലാ ശ്രമങ്ങളെയും കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് ചെറുത്ത് പരാജയപ്പെടുത്തും, ഇതിനെയും പരാജയപ്പെടുത്തും. പക്ഷേ ഇപ്പോൾ അവർ PC ജോർജിൻ്റെ ഈ പുഴുത്ത നാക്ക് വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. ഒരു ക്രിസ്തീയ വിഭാഗത്തെ കൂട്ടിപ്പിടിച്ച് എന്തെങ്കിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ആലോചിക്കുകയാണ്. അതിലേക്ക് ഭാഗമായിട്ട് നേരത്തെ നർക്കോട്ടിക് ജിഹാദ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർത്തിയല്ലോ. ശരി 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 ശ്രീ വി കെ സനോജ്. ശ്രീ ഫസൽ ഗഫൂർ, അതായത് ഇങ്ങനെ ക്രിസ്തീയ വിഭാഗത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് BJP ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? കാരണം ഈ മതപരിവർത്തന നിരോധന നിയമം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിൽ അവർ എതിർക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് ആത്യന്തികമായി. അവർക്ക് എങ്ങനെയാണത് വിശദീകരിക്കാൻ കഴിയുക ഈ സമൂഹത്തിന് പിന്നിൽ ഈ പുതിയ രാഷ്ട്രീയ പ്രണയം? ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് BJP പല സംസ്ഥാനങ്ങളിലും പല തന്ത്രമാണ് അത് എടുക്കുന്നത്. ഉദാഹരണം മേഘാലയ, മിസോറാം, അതേമാതിരി നാഗാലാൻഡ്, ഈ സ്ഥലങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുണ്ട്. അവർ ക്രൈസ്തവർ മാത്രമല്ല, അവർ ഗിരിവർഗ്ഗക്കാരാണ്. അവർ ഇപ്പോൾ BJPയുടെ കൂടെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരോട് സ്നേഹത്തോടുള്ള ഒരു പെരുമാറ്റം. കാരണം അവിടെ നല്ല ശക്തമായിട്ട് നിൽക്കുന്നു. ഗോവയിലും അതുമാതിരി തന്നെ അവരെ കോൺഗ്രസിൽ നിന്ന് കംപ്ലീറ്റ്ലി ക്രൈസ്തവ വിഭാഗത്തെ അടർത്തിയെടുത്തിരിക്കുന്നു. അതിനി മറ്റുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ അല്ലെങ്കിൽ കർണാടക, ഈ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, പല ഗ്രഹാം സ്റ്റെയിൻസിനെ കത്തിച്ചത് തൊട്ടിട്ട് ഈ അടുത്ത് പള്ളികളിൽ കയറിയിട്ടുള്ള അതിക്രമങ്ങൾ കാണിച്ചത് തൊട്ട് കന്യാസ്ത്രീമാരെ ട്രെയിനിലിട്ട് ആക്രമിച്ചത് തൊട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലും ചില ബിഷപ്പ്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഉള്ള ഒരു ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാലോ. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, മൈനോറിറ്റി കമ്മീഷൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സ്കോളർഷിപ്പ് പ്രശ്നം, അതെല്ലാം ഇടപെട്ടുകൊണ്ട് ഒരു വിടവ്. അതെ 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 അതാണ് അതിനായിട്ടുള്ള ശ്രമം വേണം. പക്ഷേ ഇത്തരത്തിലുള്ള മനസ്സിലായില്ലേ, പഴഞ്ചാക്കുകളൊന്നും കൊണ്ടുവന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല. മാന്യമായിട്ടുള്ള ക്രൈസ്തവ നേതാക്കന്മാരെ അവർ കൊണ്ടുപോകണതിനെ കൊണ്ട് ഇപ്പോൾ കണ്ണന്താനത്തിനെ കൊണ്ടുപോയി നമുക്ക് യാതൊരു വിരോധമില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ആൾക്കാരെ അവർ കൊണ്ടുപോകണത് അത് രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട്, ആ സമുദായത്തെ ഇതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യാതൊരു എതിർപ്പില്ല. പിന്നെ സമയം പോണതിനെക്കാട്ടും മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ സിന്ധുമോളോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം സിന്ധുമോൾ ഒരു കാര്യം പറഞ്ഞു. ഞാൻ വിവാദ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു സെമിനാറിൽ ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജാതികളും എങ്ങനെ വോട്ട് ചെയ്യും സാധ്യത ഉള്ളൂ എന്നുള്ളത് സാധ്യതയെ പറ്റിയിട്ടാണ്. അതിൽ വെള്ളാപ്പള്ളി നടേശനും ഞാനുമായിരുന്നു മുഖ്യാതിഥികൾ. അദ്ദേഹം പിന്നോക്ക ജാതികളെ പറ്റി സംസാരിച്ചു, ഞാൻ ന്യൂനപക്ഷങ്ങളെ സംസാരിച്ചു. അതിൽ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ CPM-ന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. വോട്ട് ചെയ്തല്ലോ, മനസ്സിലായില്ലേ?
അപ്പോൾ അതുമാതിരിയുള്ള അത് കാരണം 10 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞത് ആ മിനിസ്ട്രി അപ്പം അങ്ങനെ വന്ന് DMK വോട്ട് ചെയ്യാൻ സാധ്യത, DMK ജയിച്ചു. TDP വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, TDP ജയിച്ചു. അത് ഞാനിവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തണം, അല്ലെ ആഹ്വാനം നടത്തണമെന്നല്ല. ഏതായാലും സെമിനാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തിയാണ്. ഇനി തിരിച്ച് നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞത് അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. കൃത്യമായ അജണ്ട എൻ്റെ അജണ്ടയല്ലല്ലോ, അതൊരു സെമിനാറല്ലേ സിന്ധുമോളെ, ഒരു അജണ്ടയല്ല, അതൊരു സെമിനാറിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ആ അതെ ഞാൻ പറഞ്ഞു, ഞാൻ നന്ദി രേഖപ്പെടുത്തിയില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞേനെ. ഭരണത്തിന്റെ ഭാഗമായിട്ട് പലതിന്റെ രഹസ്യം അതെ, അത് കാര്യം മനസ്സിലാക്കിയത് അത് വേറെ വിഷയം, അതിന്റെ പൊളിറ്റിക്സ് അല്ല, അത് പൊളിറ്റിക്സ് ആണ് സിന്ധുമോളെ, അത് പൊളിറ്റിക്സ് സംസാരിക്കുക. നമ്മൾ സെമിനാറിൽ പറഞ്ഞതാണ്, അല്ല പൊളിറ്റിക്സ് അല്ല. നിൽക്കട്ടെ, ഞാൻ രാവിലെ തിരിച്ചു വരികയാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഒരുപാട് വിഭാഗങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം യു ഡി എഫിലെ മുൻതൂക്കം ഇപ്പോൾ വന്നിരിക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി ആണ് നമ്പർ 2 കാറിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അതിന് മുസ്ലിം സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരള കോൺഗ്രസ്സുകളിൽ നിരന്തരമായി നടന്നിട്ടുള്ള പിളർപ്പുകളുടെ ഭാഗമായിട്ട് അവരുടെ ശക്തി ക്ഷയിച്ചു പോയതാണ്. അതാണ് അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള നിരീക്ഷണം. അപ്പോൾ ആ ശക്തി ക്ഷയിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ശക്തി കിട്ടണം എന്ന് പറയുമ്പോൾ ഈ PC ജോർജിനെയല്ലേ കൊണ്ടുവരുന്നത് വർക്കിംഗ് ചെയർമാനായിട്ട് ഇവർ KM മാണി എല്ലാ കേരള കോൺഗ്രസ്സിനും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു. അവസാനം PC ജോർജിനെ കൊണ്ടുവന്നു. ആ PC ജോർജ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ തുരങ്കം വെച്ചു. അത് ആരെയായാലും വേണ്ടില്ല, KM മാണിനെ അധിക്ഷേപിക്കുക, നമ്മുടെ PJ ജോസഫിനെ അധിക്ഷേപിക്കുക, ഇനി ആരെ നമ്മൾ പലത് കണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്ത് സമൂഹത്തെ ആകെ ബാധിക്കുന്ന വലിയ കാലത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന വിമർശനങ്ങളും പരാമർശങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ഇഴകേറി പരിശോധിക്കുന്നതും അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നതും. ശ്രീ TP സിന്ധുമോൾ, ഇപ്പോൾ EP ജയരാജൻ എന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രി ഒരു RSS ക്രിമിനലിന്റെ സ്വഭാവത്തോടെ ക്യാമ്പിൽ പോയി ബഹളമുണ്ടാക്കി എന്നുള്ളതാണ്. ഇത്രയധികം പ്രകോപിതനാകാൻ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പോലീസുകാരോടും ഒക്കെ ഇത്രയധികം പ്രകോപിതനായി പെരുമാറേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ശരി, എന്താണ് അത്രയധികം പ്രകോപിതനാക്കിയത് അദ്ദേഹത്തെ? EP ജയരാജന് സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ വായിൽ വരുന്ന വാക്കുകളാണ്. RSS എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ അതിൻ്റെ അറ്റത്തോ തുടക്കത്തിലോ ക്രിമിനൽ എന്ന് ചേർക്കും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അതിനോട് വേറെ ഒന്നും പറയാനില്ല. ഇവിടെ ശ്രീ V മുരളീധരൻ MP അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടത് നിങ്ങൾ പറയുന്നത് പോലെ അങ്ങേയറ്റം വൈകാരികമായിട്ടൊന്നുമല്ല. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്നു. ഒരു അസമയത്തുണ്ടാവുന്ന ഒരു അറസ്റ്റും കാര്യങ്ങളും, ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടക്കുന്ന ഒരു സംഭവം, ഇതിൽ മറ്റു പല ഗൂഢാലോചനകളും ഉണ്ടെന്ന് വ്യക്തമാകുന്നു അന്വേഷണത്തിൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കാണാൻ പോയപ്പോൾ അവിടെയും അതേ രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തോടു കൂടി തന്നെ അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് തുടക്കത്തിലേ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇതിലൊരു വിവേചനമുണ്ട്. അതേ വിവേചനം തന്നെയാണ് ശ്രീ V മുരളീധരനും ഈ പ്രശ്നത്തിൽ കണ്ടതും അദ്ദേഹം പറഞ്ഞതും. അല്ലാതെ ഇത് PC ജോർജ് ആയതുകൊണ്ട് കൂടുതൽ സ്നേഹം കാണിച്ച് ഓടിച്ചെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചെല്ലില്ലാതിരിക്കുന്നോ ഇല്ല. ഈ ഒരു വിഷയം ഇത് PC ജോർജ് അല്ല. ഇതുപോലെ ഒരു സമയത്ത് ഇതുപോലെ ഒരു വിഷയത്തിൽ ആരാണോ അകപ്പെടുന്നത് അല്ലെങ്കിൽ സർക്കാർ അകപ്പെടുത്തുന്നത് ആ വ്യക്തി ആരായാലും അവരുടെ ഒപ്പം നിലപാടെടുക്കും BJP. കാരണം ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് പറയാൻ കാരണം. വിവേചനം എന്ന് പറയുന്ന വാക്ക് ഊന്നി പറയുന്നു മാധു. കൃത്യമായിട്ട് കേരളത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഈ വിവേചനം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ കൊന്ന പ്രതിയെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ശംഖുവാരത്തോട് മസ്ജിദ് അവിടുത്തെ ഇമാമിനെ അറസ്റ്റ് ചെയ്തില്ലേ? അവിടെ അതിനു മുമ്പ് ഞങ്ങളുടെ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയപ്പോൾ ഒരു പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഈ ശംഖുവാരത്തോട് പള്ളിയിൽ നിന്നാണ്. ഇതിനൊക്കെ കാലങ്ങൾക്ക് പുറകോട്ട് പോകാൻ മാധു. മാറാട് കൂട്ടക്കൊല ആരും മറന്നിട്ടുണ്ടാവില്ല. ആ മാറാട് കൂട്ടക്കൊലയ്ക്ക് വേദി ഒരുങ്ങിയത് അവിടുത്തെ പള്ളിയിൽ നിന്നാണെന്ന് കണ്ടെത്തി ആ പള്ളി പോലീസ് അടച്ചുപൂട്ടി. പക്ഷേ അവിടെ ഈ അഹമ്മദ് എന്ന് പറയുന്ന മന്ത്രി വന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ആ പള്ളി തുറപ്പിച്ചു. വേറെ എവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്? ഇത്തരം ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. കാരണം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഇവിടെ അവകാശങ്ങൾ സർക്കാർ വാരിക്കോരി കൊടുക്കുന്നു. അതായത് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചികഞ്ഞു പറയാനുള്ള എന്ത് സാഹചര്യമാണ്? PC ജോർജിനെ അല്ല,
ചരിത്രം കൂടി നോക്കണം മാധു, അയ്യോ, ചരിത്രം തീർച്ചയായും കൂടി നോക്കണം. നോക്കണം. ഈ നോക്കേണ്ട PC ജോർജിന്റെ സാഹചര്യം വിഷയവും ഉണ്ടെങ്കിൽ നാളെ നോക്കണം. ചരിത്രമാകാനുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ അത് അതെ, ജനപക്ഷത്തിന്റെ അതാണ് രാഷ്ട്രീയമല്ല, പറയുന്നത്. ബിജെപിയുടെ രാഷ്ട്രീയമല്ലല്ലോ. ജനപക്ഷത്തിന്റെ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്, ബിജെപിയുടെ നേതാവിനെ അല്ലല്ലോ. ജനപക്ഷത്തിന്റെ രാഷ്ട്രീയമായിക്കോട്ടെ, ആയിക്കൊള്ളട്ടെ. അദ്ദേഹം ഒരു പക്ഷത്തെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലോ അത് പറയേണ്ടത് ശ്രീ വി മുരളീധരനോ അല്ലെ PC ജോർജ് ഒക്കെയാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ എന്താ അപാകത? ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർ പറഞ്ഞറിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് അവിടെ ചെന്നതാണെങ്കിലോ? ശരി, അപ്പോൾ ഈ വഴിനീളെയുള്ള പ്രക്ഷോഭങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? അതായത് ഈ പറയുന്ന നേരിട്ടുള്ള ഇടപെടൽ മാത്രം പോരെ, പ്രക്ഷോഭങ്ങളും വേണ്ടിവരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും വട്ടപ്പാറയിലടക്കം RSS പ്രവർത്തകർ കേന്ദ്രീകരിച്ചതും തടസ്സമുണ്ടാക്കിയതും ഒക്കെ. അങ്ങനെ ആകട്ടെ. ശരി, വിവേചനം ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനോടുള്ള അനുതാപ പ്രകടനം അങ്ങനെയാണല്ലോ. അത് ഇതിൽ ഒരു രാഷ്ട്രീയ ബന്ധവുമില്ല, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമില്ല. ഏറ്റവും അനുതാപം അർഹിക്കുന്ന ഒരാളോട്, ഒരു വന്ധ്യവയോധികനോട് BJP കാണിച്ച അനുതാപം മാത്രമാണ് ഇന്നുണ്ടായ പ്രതിഷേധങ്ങളും കേന്ദ്രമന്ത്രിയുടെ വികാര പ്രകടനങ്ങളുമെല്ലാം. ഞാനിവർ പറയുന്നത് കേൾക്കുകയായിരുന്നു. എന്ത് അസംബന്ധമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ PC ജോർജ് പച്ചക്ക് കേരളത്തിലൊരു വർഗീയ പരാമർശമുള്ള പ്രസംഗം നടത്തി. അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായമില്ല. അപ്പോൾ പണ്ട് മറ്റു ചില തീവ്രവാദികൾ ഇന്നൊക്കെ നടത്തിയിട്ടുണ്ട്, അത് പറഞ്ഞ് PC ജോർജ് ന്യായീകരിക്കുകയാണ്. മറ്റൊരു തീവ്രവാദത്തെ മുൻനിർത്തിയിട്ട് ന്യായീകരിക്കേണ്ട കാര്യമാണോ ഇത്? മറ്റു തീവ്രവാദികൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ നിലയിൽ പരിശോധിക്കണം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട്. അപ്പൊ ആ ഒരു പഴയ കാര്യത്തെ എടുത്തിട്ട് ഇന്നത്തെ PC ജോർജിനെ ന്യായീകരിക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു കാര്യത്തിനൂടെ ഉത്തരം പറഞ്ഞു പോണം താങ്കൾ. അല്ല ആയിക്കോട്ടെ, ഇദ്ദേഹം ഒരു കാര്യത്തിനൂടെ ഉത്തരം പറഞ്ഞു പോണം. ഒന്ന്, ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഡൽഹിയിൽ പോയി കേരള ഹൗസിൽ ഇരുന്നു കൊണ്ട് 2010 നടത്തിയ ഒരു അഭിമുഖത്തെ കുറിച്ച് അദ്ദേഹം ഒന്ന് അഭിപ്രായം പറയണം. പച്ചക്കള്ളമാണ് ഈ പറയുന്നത്. കേരള ഹൗസിൽ വെച്ച് VS അച്യുതാനന്ദൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ പറഞ്ഞത് ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയല്ലേ. VS അച്യുതാനന്ദൻ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ പോപ്പുലർ ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കെതിരായിട്ടാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. പോപ്പുലർ ഫണ്ടിനെതിരായിട്ടാണ് പറഞ്ഞത്. ഇസ്ലാമിക രാഷ്ട്രം, മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പോപ്പുലർ ഫണ്ട് നീക്കത്തെ പ്രതിരോധിക്കും. RSS ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പോപ്പുലർ ഫണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രണ്ട് വർഗീയതക്കെതിരായിട്ടും എല്ലാ കാലത്തും CPIM നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് VS അച്യുതാനന്ദൻ അവിടെ പ്രസംഗിച്ചത്. ഇത് കുറെ കാലമായിട്ട് ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ ഇസ്ലാം മതത്തിനെതിരായിട്ടെന്തോ പറഞ്ഞു എന്ന്. ഇസ്ലാം മതത്തിനെതിരായിട്ട് VS പറഞ്ഞിട്ടില്ല. ഇസ്ലാം മതത്തിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. പോപ്പുലർ ഫണ്ടിനെതിരായിട്ട് പറഞ്ഞു. പോപ്പുലർ ഫണ്ടായിട്ട് പറഞ്ഞപ്പോ നിങ്ങൾക്കെതിരായി ഇത്ര വേദനിക്കുന്നത്? പോപ്പുലർ ഫണ്ടിനെതിരായി പറഞ്ഞപ്പോ നിങ്ങൾക്കെതിരായി വേദനിക്കുന്നത്? പോപ്പുലർ ഫണ്ട് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ആവശ്യമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. അതിനെ ഞങ്ങൾ എതിർക്കും. അതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാറ്? കുറിച്ച് പറഞ്ഞത് ആ പോപ്പുലർ ഫ്രണ്ടുമായിട്ടും SDPIയും ഒക്കെ ആയിട്ട് ചേർന്ന് ഭരിക്കുന്നത് നിങ്ങളല്ലേ കേരളത്തില്? എവിടെയാണ് അതിന്റെ ഇതൊക്കെ എത്ര കാലമായി നിങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്? ഇതൊക്കെ നിങ്ങൾ കുറെ കാലമായി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഈ കേരളീയ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയോ? നിങ്ങൾക്കൊന്നും കഴിയില്ല. നിങ്ങൾ ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത്. കേരളത്തിൽ ഒരു സ്ഥലത്തും പോപ്പുലർ ഫണ്ടുമായി ചേർന്ന് CPM ഭരണം നടത്തുന്നില്ല. ഇതെല്ലാം നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കുറെ കാര്യങ്ങളാണ്. ഇതെല്ലാം RSSന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സന്ദേശങ്ങൾ നിങ്ങളിപ്പോ ഇവിടെ വന്ന് വായിക്കുകയാണ്. ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. PC ജോർജ് കേരളത്തെ വിഭജിക്കാൻ വേണ്ടി അങ്ങേയറ്റം വർഗീയ വിഷലിപ്തമായിട്ട് പ്രസംഗം നടത്തിയിരിക്കുന്നു. അതിനെ എതിർത്ത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കേരളത്തിലെ BJPയുടെ ഔദ്യോഗികമായ അഭിപ്രായം എന്താണ്? നിങ്ങൾ പച്ചക്ക് വർഗീയതയെ ന്യായീകരിക്കുന്നു. ഒരു കേന്ദ്രമന്ത്രി ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി പോലീസ് ക്യാമ്പിലേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് അയാളെ പുറത്തിറക്കാൻ വേണ്ടി നോക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഈ PC ജോർജിനെ പോലെ വഷളൻ ആയിട്ടുള്ള വർഗീയവാദിയായിട്ടുള്ള ഒരാളെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കേരളത്തിൽ നിങ്ങളുടെ അജണ്ടയൊന്നും നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇത് ഗുജറാത്ത് അല്ല, കേരളമാണ്. ശരി, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുവദിച്ചത് കൊണ്ട് കൂടിയാണ് ഞാനും ഇടപെടാതിരുന്നത്. ശ്രീ ജ്യോതികുമാർ ചമക്കാൽ, അവസാനമായി എൻ്റെ കയ്യിൽ 30 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ പറഞ്ഞതെല്ലാം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇനി അത് കോടതിയുടെ മുന്നിൽ പോവുകയും ഒക്കെ ചെയ്യും. ഈ രാഷ്ട്രീയ പിന്തുണ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാൾക്ക് എങ്ങനെ ഗുണം ചെയ്യും?
അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒരു വിവാദമുണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു കുറേ സംശയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അവിടെ പോയിന്നാണ്. ജിഗ്നേഷ് മേവാനിയെ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ ഏതെങ്കിലും കേന്ദ്രമന്ത്രി പോയിരുന്നോ? എന്തിനാണെന്ന് അന്വേഷിച്ചിരുന്നോ? അദ്ദേഹം MLA ആയിരുന്നല്ലോ. അദ്ദേഹത്തെ 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു. ഏതെങ്കിലും ഒരു കേന്ദ്ര നേതാവ് BJPയുടെ അന്വേഷിച്ച് പോയോ? എന്താ പോകാഞ്ഞത്? അപ്പോൾ അതല്ല, ഇവിടെ നിങ്ങൾ രാഷ്ട്രീയമായ വർഗീയമായ മുതലെടുപ്പിന് BJPയുടെ കേന്ദ്രമന്ത്രിയും ഇറങ്ങിത്തിരിച്ചു. അത് പരസ്പര പൂരകങ്ങളാണ്, സർക്കാരുമായിട്ടുള്ള ഒത്തുകളുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് PC ജോർജിനെ സ്വന്തം വാഹനത്തിൽ വരാൻ തയ്യാറായത്? സമ്മതിച്ചത് സംസ്ഥാന സർക്കാർ. ഞാൻ സമയക്കുറവുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ സ്വന്തം വാഹനത്തിൽ വരാൻ തയ്യാറാകുമ്പോൾ വഴിനീളെ സ്വീകരണം കൊടുക്കാൻ BJP നേതാക്കന്മാർക്ക് അനുമതി കൊടുക്കുന്നു, സഹായം ചെയ്തു കൊടുക്കുന്നു, DYFIക്കാർക്ക് പ്രതിരോധിക്കാൻ അവസരം കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വർഗീയമായ ചെരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊന്നുള്ളത് CPM-ന്റെ നേതാവ് പറഞ്ഞതുപോലെ BJPയും കോൺഗ്രസും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരും പറഞ്ഞു. ദിവസങ്ങളിലും ഈ പിന്തുണ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പക്ഷേ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുമായിരിക്കാം. പക്ഷേ അത് കേരള സമൂഹത്തിന് എത്രത്തോളം ഗുണപരമായിരിക്കുമെന്നത് കണ്ടും കേട്ടും അറിയേണ്ടതാണ്, കാലം തീരുമാനിക്കേണ്ടതാണ്. വളരെയധികം നന്ദി സൂപ്പർ ഫൈൻ ടൈമിൽ പങ്കെടുത്ത എല്ലാവർക്കും.